ഹായ് എവ്രിവൺ. ഇന്ന് ഒരു റെസിപ്പിയല്ല, പകരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥയാണ്. പരീക്ഷിത്ത് രാജാവിന് കിട്ടിയ ശാപം. ഈ കഥ നറേറ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ കുന്നത്ത് നെല്ലോളി ധർമ്മപാലൻ നമ്പ്യാരാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി കഥ കേൾക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പരീക്ഷിത്ത് രാജാവിൻ്റെ കഥയാണ്. മഹാഭാരതത്തിലെ പരീക്ഷിത്ത് രാജാവിനെ പറ്റി പലരും കേട്ടിരിക്കും. പരീക്ഷിത്ത് രാജാവിൻ്റെ പൂർവികന്മാർ എന്ന് പറയുന്നത് അർജുനൻ്റെ മകനായ അഭിമന്യുവിൻ്റെ മകനാണ് പരീക്ഷിത്ത്. അർജുനൻ്റെ മകൻ അഭിമന്യു വിവാഹം കഴിച്ചത് ഉത്തര എന്ന രാജകുമാരിയായിരുന്നു. ആ ഉത്തര രാജകുമാരിക്ക് ഗർഭസ്ഥാവസ്ഥയിലാണ്. പരീക്ഷിത്ത് രാജാവിന് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ട് അന്തരിച്ച വിവരം എല്ലാവർക്കും അറിയാം. ഉത്തര അതുപോലെ തന്നെ ഒരു മരണത്തിൻ്റെ വക്തത്തിലെത്തി. ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവ് യുദ്ധ നയങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് മുന്നേറിയത് കാരണം ഉത്തര അന്തരിച്ചു. ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന പരീക്ഷിത്തിനെ രക്ഷിച്ചത് ശ്രീകൃഷ്ണനായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ ശക്തിയാൽ ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ അങ്ങനെ സംരക്ഷിച്ചു. അങ്ങനെ പരീക്ഷണത്തിന് വിധേയനായി, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ പരിരക്ഷണത്തിൽ ജീവൻ കിട്ടി. ആ അർത്ഥത്തിലാണ് പരീക്ഷിത്ത് എന്ന പേര് ലഭിച്ചത്. പരീക്ഷിത്ത് വളരെ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് എന്നാണ് പരീക്ഷിത്തിനെ പറ്റി പറയുക. പരീക്ഷിത്ത് അങ്ങനെ വളരെ പ്രജാവത്സനായി രാജ്യം ഹസ്തിനപുരം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം പതിവ് പോലെ നായാട്ടിന് ഇറങ്ങിയത്. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, നായാട്ട് മൃഗങ്ങളെ വെറുതെ വേട്ടയാടി കൊന്ന് അല്ലെങ്കിൽ കുറേ ഭക്ഷിക്കാൻ പറ്റുന്ന മൃഗങ്ങളെ വേട്ടയാടുക എന്നാണെന്ന്. പക്ഷേ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ നായാട്ടെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശമായിരുന്നു അതിൽ പ്രധാനമായി ഉണ്ടായിരുന്നത്. അത്രയധികം പ്രജാവത്സലനായിരുന്നു പരീക്ഷിത്ത്. അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് വനാന്തരങ്ങളിൽ കൂടി സഞ്ചരിച്ചു. പരിവാരസമേതം അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വനത്തിൻ്റെ ഭംഗി കണ്ട് പരീക്ഷിത്ത് അതിൽ വളരെ അധികം ആവേശഭരിതനായി നടന്നു നീങ്ങി. അങ്ങനെ നീങ്ങി അവസാനം പരീക്ഷത്തിന് മനസ്സിലായി ഈ എത്തിപ്പെട്ടിരിക്കുന്നത് വളരെ വിജനമായ തൻ്റെ പരിവാരങ്ങളിൽ നിന്ന് അകന്ന ഒരു സ്ഥിതിയിലാണ് താൻ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായി. പരീക്ഷിത്ത് ഏകനായി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദാഹം, വിശപ്പ് ഇവയെല്ലാം ഉണ്ടായി. അങ്ങനെ ഒരു ജലം എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടി വെള്ളത്തിന് ദാഹിച്ചപ്പോൾ പരീക്ഷിത്ത് രാജാവ് കാട്ടിലങ്ങനെ അലഞ്ഞു തിരിയുന്ന സമയത്ത് ഒരു ആശ്രമം കണ്ടു. ആശ്രമത്തിൻ്റെ മുന്നിൽ ഒരു മുനി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ മുനിയുടെ പേര് ശമീക മഹർഷി എന്നായിരുന്നു. ശമീക മഹർഷി അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷിത്ത് രാജാവ് അദ്ദേഹത്തോട് വെള്ളം ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഉണർത്തുവാൻ പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് ഉണരുകയുണ്ടായില്ല. സ്വാഭാവികമായും ഇത്രയും നല്ല ഒരു രാജാവ് സ്വാഭാവികമായും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ക്രോധം വന്നു. അങ്ങനെ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും കാഠിന്യത്താൽ വന്ന ക്രോധത്തിൻ്റെ പേരിൽ അധീനനായപ്പോൾ പരീക്ഷിത്ത രാജാവ് പരിസരം നോക്കിയപ്പോൾ ഒരു പാമ്പ് ചത്തു കിടക്കുന്നത് കണ്ടു. ആ ചത്ത പാമ്പിനെ എടുത്തു അദ്ദേഹം മഹർഷിയുടെ ചുമലിൽ ഇട്ടു, കഴുത്തിൽ ചുറ്റി. അങ്ങനെ മഹർഷി ഇതറിഞ്ഞില്ല. ധ്യാനനിരതനായിരിക്കുന്ന മഹർഷി രാജാവ് പാമ്പിനെ ശരീരത്തിലെടുത്തിട്ട വിവരം അറിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തെ ശമീക മഹർഷിയെ കാണുവാനിടയായ ശമീക മഹർഷിയുടെ പുത്രൻ്റെ സുഹൃത്തുക്കൾ ആ വഴി വന്നു. പുത്രൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. പുത്രനായ ശൃംഗിയോട് അവർ പറഞ്ഞു, ഈ തൻ്റെ അച്ഛൻ്റെ ആ പരിതാപകരമായ പരിഹാസ്യമായ ആ രൂപത്തെപ്പറ്റി. പാമ്പിനെ ചുമലിൽ ഇട്ടിരിക്കുകയാണ്,
തപസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അതിൽ വിഷണനായ ശൃംഗി എന്ന ബ്രാഹ്മണ കുമാരൻ, അതായത് ഈ സന്യാസിയുടെ മകൻ, ഓടി വന്നു. അച്ഛനെ നോക്കിയപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി. അങ്ങനെ അത് കണ്ട ഉടനെ തന്നെ പുത്രൻ ശൃംഗി, ആളെ കണ്ടില്ല. അപ്പോഴേക്ക് ഇദ്ദേഹം പരീക്ഷിത്ത് സ്ഥലം വിട്ടിരുന്നു. ആളെ കണ്ടില്ല. ഇത് ചെയ്തതാരായാലും ഇന്നത്തേക്ക് 7 ദിവസം തികയുന്നതിന് മുമ്പ് ആ വ്യക്തി തക്ഷകൻ എന്ന മഹാസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കും എന്ന ശാപം നൽകി.